നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടയിൽ വെടിനിർത്തിയത് അബദ്ധമായി എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ അമേരിക്ക. കാരണം വെടിനിർത്തൽ നിലവിൽ വന്ന സമയം മുതൽ ഇന്നുവരെ ഇറാൻ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനമാകെ തകർന്ന് തരിപ്പണമായിരുന്നു. എന്നാൽ അത് മുഴുവൻ ഇറാൻ ഇപ്പോൾ പുനർനിർമ്മിച്ചിരിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ വ്യോമ പ്രതിരോധ സംവിധാനം ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു. നേരത്തെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും യുദ്ധവിമാനങ്ങൾ ഒരു പ്രശ്നവുമില്ലാതെ ഇറാന്റെ വ്യോമാതിർത്തിക്കുള്ളിൽ പറന്നു നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു മുമ്പ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നാകെ തകർത്തിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും യുദ്ധവിമാനങ്ങളിൽ വന്ന് ബോംബ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇറാന്റെ തന്ത്രപ്രധാന ഭാഗങ്ങളിൽ ബോംബാക്രമണവും മിസൈൽ ആക്രമണവും നടത്താൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ഇറാന്റെ വ്യോമ മേഖല ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത പറമ്പ് പോലെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ നിഷ്പ്രയാസം അവിടെ ആക്രമണം നടത്തി. എന്നാൽ വെടിനിർത്തൽ നിലവിൽ വന്നതോടുകൂടി ഇറാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്താനും പുനഃസ്ഥാപിക്കാനുമാണ് ആദ്യമായി ശ്രമിച്ചത്. ഇപ്പോൾ ആ മേഖലയിൽ ഇറാൻ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഇസ്രായേലിൻ്റെ ഒരു വിമാനം അല്ലെങ്കിൽ ഒരു ഡ്രോണ് ഇറാൻ തകർത്തത്. ഇറാന്റെ വ്യോമ മേഖലയിലേക്ക് വെറുതെ ഒന്ന് എത്തി നോക്കിയ ഇസ്രായേലിൻ്റെ ഡ്രോണാണ് ആകാശത്ത് വെച്ച് തന്നെ ചാരമായി പോയത്. ഇപ്പോഴിതാ അമേരിക്കൻ വിമാനവും വെടിവെച്ചിട്ടിരിക്കുന്നു. അമേരിക്കയുടെ വളരെ പ്രശസ്തമായ ആളില്ലാ വിമാനമാണ് ഇപ്പോൾ ഇറാൻ വെടിവെച്ചിട്ടത്. സമുദ്ര അതിർത്തി കടന്ന് ഇറാന്റെ വ്യോമ മേഖലയിലേക്ക് വന്ന ആ ഡ്രോണിനെയാണ് ഇറാൻ ഇപ്പോൾ വെടിവെച്ച് താഴെയിട്ടിരിക്കുന്നത്. ഇറാന്റെ പരമാധികാരത്തിന് ഭീഷണി ഉയർത്തുന്ന ഏതൊരു ചെറിയ നടപടിയായാലും അതിനെ ഇനി ഇറാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്നാണ് ഇറാൻ ഭരണകൂടം ഡ്രോൺ വെടിവെച്ചിട്ടതിന് ശേഷം പറഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്കയ്ക്ക് ഇനി അങ്ങനെയൊന്നും ഇറാനെ വ്യോമാക്രമണത്തിലൂടെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല, മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും. എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ കബളിപ്പിക്കാൻ കഴിയുന്ന, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഡ്രോണുകളുമെല്ലാം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ട് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏക ആശ്വാസം. പക്ഷേ ഈ ഇറാന്റെ വ്യോമ മേഖലയിലേക്ക് ഇപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ കടന്നു കയറാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ തെളിവാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ലഭിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട MQ-1 പ്രിഡേറ്റർ വിമാനമാണ്, ആളില്ലാ വിമാനമാണ് ഇന്ന് ഇറാൻ വെടിവെച്ചിട്ടത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇറാന്റെ ആകാശത്തിലേക്ക് അമേരിക്കയുടെ ഈ ഡ്രോണുകൾ എത്തിയത്. ഇറാനെ ആക്രമിക്കുകയായിരുന്നു ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയ ഇറാൻ റവല്യൂഷണറി ഗാർഡ് അത്യാധുനിക മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഡ്രോൺ തകർത്തിട്ടത്. അമേരിക്കയുടെ അഭിമാനമാണ് MQ-1 എന്ന് പറയുന്ന, MQ-1 പ്രിഡേറ്റർ എന്ന് പറയുന്ന അമേരിക്കയുടെ ഈ ആളില്ലാ വിമാനം. $50 ലക്ഷം ഒരു വിമാനത്തിൻ്റെ മൂല്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ വിമാനത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. അമേരിക്കയുടെ ജനറൽ അറ്റോമിക്സ് എയറോനോട്ടിക്കൽ സിസ്റ്റംസ് എന്ന പ്രതിരോധ കമ്പനിയാണ് ഈ ഡ്രോൺ നിർമ്മിക്കുന്നത്. 1990കളുടെ മധ്യത്തിൽ തന്നെ അമേരിക്കൻ സേനയുടെ ഭാഗമായ ആളില്ലാ വിമാനമാണ് MQ-1 പ്രിഡേറ്റർ. അന്ന് ലോകത്തെ തന്നെ അമ്പരപ്പിച്ച ആളില്ലാ യുദ്ധവിമാനമായിരുന്നു ഇത്. ഡ്രോണുകൾ പൊതുവെ നിരീക്ഷണത്തിന് മാത്രം ഉപയോഗിക്കപ്പെട്ടിരുന്ന യന്ത്ര സംവിധാനങ്ങളാണ്. എന്നാൽ ഈ ഡ്രോണുകളെ നിരീക്ഷണത്തിന് മാത്രമല്ല, കൃത്യമായ ആക്രമണം നടത്താനും ഉപയോഗിക്കാമെന്ന് MQ-1 പ്രിഡേറ്റർ ഡ്രോണുകൾ നമ്മെ അല്ലെങ്കിൽ ലോകത്തിന് കാട്ടിത്തന്നു. ഇങ്ങനെ അമേരിക്ക ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു വിസ്മയമായിരുന്നു, 1990കളുടെ മധ്യത്തിൽ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു വിസ്മയമായിരുന്നു MK-1 പ്രിഡേറ്റർ ഡ്രോണുകൾ. ഈ ഡ്രോണുകളെ പറന്നുയരുന്നത് അല്ലെങ്കിൽ റൺവേയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡിംഗ് നടത്തുന്നതും റൺവേക്ക് സമീപമുള്ള ക്രൂകളുടെ നിയന്ത്രണത്തിലായിരിക്കും. എന്നാൽ പറന്നുയർന്നു കഴിഞ്ഞാൽ ഉപഗ്രഹ സഹായത്തോടുകൂടി അമേരിക്കയുടെ കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന പൈലറ്റുമാരാണ് ഈ ഡ്രോണുകളെ നിയന്ത്രിക്കുന്നത്. തങ്ങളുടെ പൈലറ്റുമാർക്ക് യാതൊരുവിധ ജീവഹാനിയും വരാതെ ആക്രമണം നടത്താനും നിരീക്ഷണം നടത്താനും ഒരേ സമയം കഴിയുന്ന വിമാനങ്ങളാണ്, ആളില്ലാ വിമാനങ്ങളാണ് ഈ MQ-1 പ്രിഡേറ്റർ ഡ്രോണുകൾ. ഈ ഡ്രോണുകൾ അത്യാധുനിക ആയുധങ്ങൾ ഇതിനകത്തുണ്ട്. കൃത്യമായ ആക്രമണം നടത്താൻ കഴിയും. മാത്രമല്ല ഇത് സഞ്ചരിക്കുന്ന പ്രദേശത്തെ വ്യക്തമായ വിവരങ്ങളും ചിത്രങ്ങളുമെല്ലാം സേനാ വിഭാഗങ്ങൾക്ക്
നൽകുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇങ്ങനെ വളരെ അപകടം പിടിച്ച ഒരു ഡ്രോണിനെയാണ് ഇന്ന് ഇറാൻ വെടിവെച്ചിട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി പ്രദേശത്ത് വെടിനിർത്തലിലാണ്, സമാധാനമുണ്ട്, ആക്രമണം നടക്കുന്നില്ല. പക്ഷേ ഇരു രാജ്യങ്ങളുടെയും സൈന്യം മുഖാമുഖം നിൽക്കുന്നുവെന്നുള്ളതാണ്. ഹോർമൂസ് കടലിടുക്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി അമേരിക്ക ഉപരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ തുറമുഖങ്ങളെയാണ് അമേരിക്ക ഉപരോധിക്കുന്നത്. പകരമായി ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും ഇറാൻ അടച്ചിട്ടിരിക്കുകയാണ്. ഹോർമൂസ് ഇടുക്കുകളിൽ മൈനുകൾ പാകി കപ്പലുകൾ പോകാതെ തടഞ്ഞിട്ടിരിക്കുകയാണ് ഇറാൻ. ഇത് ലോകത്ത് വലിയ രീതിയിലുള്ള ഇന്ധന പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ ലോകരാജ്യങ്ങൾ ഹോർമൂസ് കടലിടുക്ക് എത്രയും വേഗം സ്വതന്ത്രമാക്കണം എന്ന ആവശ്യവുമായി രംഗത്ത് വരികയാണ്. അങ്ങനെയുള്ള സംഘർഷം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിസന്ധി തുടരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം അമേരിക്ക ഇറാന്റെ പ്രദേശങ്ങളിലേക്ക് നടത്തിയത്. അതായത് ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ രഹസ്യ സൈനിക താവളങ്ങളിലേക്കാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഭീഷണിയാകുന്ന മിസൈൽ ലോഞ്ചിങ് കേന്ദ്രങ്ങളെയാണ് അമേരിക്ക ആക്രമിച്ചത്. ഇതോടുകൂടി ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകളെ ഇനി ഇറാന് തൊടാൻ കഴിയില്ല എന്ന് അമേരിക്ക അവകാശവാദം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ഇതിന് തിരിച്ചടിയായി ഇറാൻ കുവൈറ്റിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തു. ഇങ്ങനെ സംഘർഷം വെടിനിർത്തലിന് ശേഷം ഒന്നുകൂടി പുനരാരംഭിക്കുമെന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ മറ്റൊരു ആക്രമണത്തിലൂടെ ഇറാൻ അമേരിക്കയുടെ ആളില്ലാ വിമാനം വെടിവെച്ചിട്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഇതിനുള്ള തിരിച്ചടി എന്തായിരിക്കും? ആ തിരിച്ചടി വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനത്തിലേക്ക് പോകുമോ? വീണ്ടും പശ്ചിമേഷ്യ സംഘർഷഭരിതമായ നാളുകളിലേക്ക് മടങ്ങുമോ? കാത്തിരുന്ന് കാണേണ്ടി വരും.